ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1987. ഇന്ന് ജൂൺ മാസം 9-ാം തീയതി. ഈ ആണ്ടിലെ 160-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ പെന്തക്കോസ്തി പെരുന്നാളും ഇന്നലെ കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനോട് മിണ്ടിയും പറഞ്ഞും പ്രാർത്ഥിച്ചും അപേക്ഷിച്ചും മുമ്പോട്ട് പോകാനായിട്ട് നമ്മളും ഒരു തീരുമാനമൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട്. നമ്മളുടെ സ്വകാര്യ ജീവിതത്തെ കുറെ കൂടി ഒന്ന് ശുദ്ധീകരിച്ചും നവീകരിച്ചും വേണം മുമ്പോട്ട് പോകാനായിട്ട്. എന്തുമാത്രം ഇടർച്ചകളാണ് എങ്ങനെയൊക്കെ നോക്കിയാലും എവിടെയല്ല. കഴിഞ്ഞ പുലരി നമ്മൾ അതിനെ ഇങ്ങനെ എളുപ്പത്തിൽ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അതോർത്തൊന്ന് വേവലാതിപ്പെടാൻ വേണ്ടി 4ആയിട്ട് തിരിച്ചായിരുന്നു. ഒന്ന് വിചാരം കൊണ്ടാണ്. എന്തുമാത്രം ഇടർച്ചകളാണ് വിചാരത്തിലൂടെ ഓരോരുത്തരും എങ്ങോട്ടെല്ലാമാണ് വഴുതി വീണു പോകുന്നത്. വിചാരങ്ങളെ ഒന്ന് സൂക്ഷ്മമായിട്ട് ശുദ്ധീകരിക്കണ്ടേ? വിചാരങ്ങൾക്കൊക്കെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചുകൂടെ? പരിശുദ്ധാത്മാവല്ലേ ആ ഒരു കാവൽക്കാരൻ. എന്തുകൊണ്ടാണ് എൻ്റെ വിചാരങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്കൊന്ന് ഏൽപ്പിക്കാനായിട്ട് ഞാനിപ്പോഴും ഇത്രത്തോളം മടിക്കുന്നത്? എൻ്റെ സ്വാതന്ത്ര്യത്തിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ തന്നിഷ്ടത്തിനനുസരിച്ച്, എൻ്റെ മോഹത്തിനനുസരിച്ചെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വ്യാമോഹങ്ങൾക്കനുസരിച്ച്. വിചാരത്തിൽ നിന്നാണല്ലോ വാക്കുകളുണ്ടാവുക. വാക്കുകളൊക്കെ കുറെ കൂടി ശുദ്ധിയുള്ളതായി മാറാനായിട്ട് എപ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. വിചാരത്തെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും പറഞ്ഞപ്പോൾ തന്നെ ആത്മഭാരം കൊണ്ട് മനസ്സ് തകരുന്നുണ്ട്, ശിരസ് വല്ലാതെ കുനിയുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ ആരാണ് ഇടറിപ്പോകാത്തത്? എല്ലാവരും എവിടെയെങ്കിലും വെച്ചൊക്കെ അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും അല്ലാതെയും ഇടർച്ചകളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവിടെ നിന്ന് കരയേറാനായിട്ട് കുറച്ച് ബദ്ധപ്പാടുണ്ട്. പക്ഷെ കൈയൊന്ന് നീട്ടുക, തമ്പുരാന്റെ കരങ്ങൾ നമ്മളിലേക്ക് നീണ്ട് എത്തുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. വിചാരവും വാക്കുകളും കഴിഞ്ഞാലാണ് പ്രവൃത്തിയെ പരിശോധിക്കേണ്ട ആവശ്യമേ ഇല്ല. ഉറപ്പാണ് അതേതാണ്ട് 90% ഒന്നും ഉചിതമായ കാര്യങ്ങളല്ല, അഴകുള്ള കാര്യങ്ങളല്ല, ഒന്നും പരസ്യപ്പെടുത്താനായിട്ട് പറ്റുന്ന കാര്യങ്ങളുമല്ല. ഇത്രത്തോളമൊക്കെ അഗാധങ്ങളിൽ വീണു പോകാനായിട്ട് നമ്മൾ അയോഗ്യരാണ്. കുറെയെങ്കിലുമൊക്കെ ഒരു കുലീനതയിലേക്ക് മടങ്ങി വരേണ്ടേ? അങ്ങനെ തന്നെ വേണം ഈ ദിവസങ്ങളിലൊക്കെ ആത്മാവിന്റെ സന്നിധിയിൽ അപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനും. പരിശുദ്ധാത്മാവെ, എന്നെ ശക്തിപ്പെടുത്തണം, എനിക്ക് കാവലാകണമേ. ആ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന തൃത്വത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. ആമേൻ.